അല്പസമയത്തെ നമ്മുടെ ആത്മീയ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ ആരെങ്കിലും അവർക്ക് ആ ഭാഗം ഒന്ന് വായിക്കുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 14 to 26. സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല സാക്ഷ്യത്തലത്തിലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്തിലും അത് എനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്ന നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കും എന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെ കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുയേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. താങ്ക് യു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അതിൽ 1-ാമത്തെ അധ്യായം നാം നേരത്തെ, ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഈ 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു ആകത്തുക നമുക്ക് കാണാൻ കഴിയുന്നത് 20ഉം 21 വാക്യങ്ങളാണ്. അതുകൂടെ ഒന്ന് വായിച്ചു. 20ഉം 21 വാക്യങ്ങൾ. അല്ല, ഞാൻ വായിക്കാം. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഇവിടെ താൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. തന്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം. ക്രിസ്തുവിന് മഹത്വം, ഗിവിംഗ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് ക്രിസ്തുവിന് മഹത്വം കൊടുക്കുക, അതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് 1-ാം അധ്യായത്തിൽ, പ്രത്യേകിച്ച് 21-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, താൻ പറയുന്ന ഒരു കാര്യമാണ് ക്രൈസ്റ്റ് ഈസ് ദ പർപ്പസ് ഇൻ മൈ ലൈഫ്. ക്രിസ്തു എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശമാകുന്നു എന്ന ആണ് ആ ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. അതിനനുബന്ധമായി താൻ തന്നെ പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുക. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുക എന്ന ആ ഒരു പ്രധാന കാര്യത്തെ കുറിച്ചാണ് താൻ പറയുന്നത്. പ്രത്യേകിച്ച് 14 മുതൽ 26 വരെയുള്ള നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് താൻ ഏതൊക്കെ നിലവാരത്തിലാണ് തന്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന് താൻ മഹത്വം കൊടുക്കുന്നത്, തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള വ്യത്യാസപ്പെടലുകളിലൂടെയാണ് താൻ തന്റെ ജീവിതത്തിലൂടെ കർത്താവിന് മഹത്വം കൊടുക്കുന്നത് എന്ന ഒരു ചിന്തയാണ് ഇന്ന് വൈകിയ സമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട്. അതിൽ ഒന്നാമത്തേത് 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നത് ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്തിൽ ചെയ്യുന്നു. മറ്റുള്ളവരോ
എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എന്നിട്ട് താൻ പറയുകയാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കും. അപ്പൊ ഒന്നാമത്തെ താൻ പറയുകയാണ് എന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് മഹത്വമാണ്. അപ്പൊ ഏതൊക്കെ നിലവാരത്തിൽ? ഒന്നാമത്തെ താൻ മഹത്വം കൊടുക്കുന്നത് ത്രൂ ഹിസ് ആറ്റിറ്റ്യൂഡ്. ഹിസ് ആറ്റിറ്റ്യൂഡ് ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്. തന്റെ മനോഭാവം ദൈവത്തിന് എന്ത് കൊടുക്കുക? മഹത്വം കൊടുക്കുക. വെറുതെ അങ്ങ് പറയുകയല്ല ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്, എന്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്, അങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയല്ല. ആ എഴുത്തുകൾ നാം വായിക്കുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ ഒരു പങ്കിടിയിലാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. താൻ പറയുകയാണ് എന്റെ മനോഭാവം ഇങ്ങനെയാണ്. എന്റെ മനോഭാവം എന്തെയാണ്? പ്രധാനമായിട്ട് താൻ പറയുന്ന ഒരു കാര്യം, അവിടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിലും, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറയാണ് ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ആളുകളുടെ മനോഭാവം നെഗറ്റീവ് ആണെങ്കിലും ഇഫ് ദേ ആർ പ്രീച്ചിങ് ദ ട്രൂ ഗോസ്പൽ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ആളുകളുടെ മനോഭാവം മോശമായിരിക്കും, അവരുടെ ചിന്തകൾ മോശമായിരിക്കും, അല്ലെങ്കിൽ അവർ പ്രസംഗിക്കുന്നതിന്റെ ഇന്റൻഷനും മോശമായിരിക്കും. പക്ഷെ അവര് ഇഫ് ദേ ആർ പ്രീച്ചിങ് ദ ട്രൂ ഗോസ്പൽ, എനിക്ക് അതിനോടൊരു തെറ്റായ മനോഭാവമില്ല. പക്ഷെ അതിന് വിരോധമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈവൻ ദോ their motives are good, attitudes are good, if they are preaching the false gospel, അവിടെ താൻ ഒരു ഒഫൻഡഡ് ആകുന്നു. അപ്പം മോട്ടീവ് എന്നല്ല, അവിടെ താൻ തന്റെ മനോഭാവത്തിലൂടെയും ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വല്ലവിധേനയും എങ്ങനെയെങ്കിലും കർത്താവിന്റെ നാമമാണ് എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുന്നത്. അപ്പം ട്രൂ ഗോസ്പൽ വിത്ത് ദ റോങ് മോട്ടീവ്സ്, അത് പുള്ളി ടോളറേറ്റ് ചെയ്യുക, അല്ലെ? പക്ഷെ ഫോൾസ് ഗോസ്പൽ വിത്ത് ദ ട്രൂ മോട്ടീവ്സ് ഓർ ദ റൈറ്റ് മോട്ടീവ്സ്, അതുപോലും അത് താൻ ചോദ്യം ചെയ്യുകയാണ്. അപ്പം ആ ഫോൾസ് ഗോസ്പലിനെയാണ് താൻ അവിടെ, അല്ലെങ്കിൽ ട്രൂ ഗോസ്പലിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ട്രൂ ഗോസ്പൽ എന്താണ്? ഹൈലൈറ്റിംഗ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന, കർത്താവിനെ മഹത്വം കൊടുക്കുന്നതാണ് ട്രൂ ഗോസ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ തന്റെ മനോഭാവത്തെ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. താൻ പറയുകയാണ് എന്റെ മനോഭാവം ദൈവത്തിന് മഹത്വമാണ്. അത് എന്റെ മനോഭാവം എന്താണ്? പലപ്പോഴും നമ്മൾ ആ മനോഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരും. എന്താണ്? 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെ? ക്രിസ്തു യേശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദ സെയിം ആറ്റിറ്റ്യൂഡ്, കർത്താവിലുള്ള അതേ ഭാവം നമുക്കും ഉണ്ടാകട്ടെ. അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം താഴ്മ എന്ന ഒരു കാര്യത്തെ മാത്രമാണ്. താഴ്മ അല്ലെ താഴ്മ എന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രം കർത്താവിനെ കുറിച്ച് പറയുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്ന താഴ്മ അങ്ങനെയല്ല. താഴ്മ മാത്രമല്ല അവിടെ ഒരു മനോഭാവം എന്നോ ആറ്റിറ്റ്യൂഡ് എന്നോ പറയുന്നത്. സാധാരണ നിലവാരത്തിൽ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിനിങ്ങനെയാണ് അതിനൊരു ഡെഫിനിഷൻ പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇമോഷൻസ്, സെറ്റ് ഓഫ് ബിലീഫ്സ്, സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ടുവേർഡ്സ് എ പർട്ടിക്കുലർ ഒബ്ജെക്ട് ഓർ എ പേഴ്സൺ ഓർ എ തിങ് ഓർ എൻ ഇവന്റ് എന്നാ പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മനോഭാവവും നമ്മുടെ ഇമോഷൻസും നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രകൃതവും ഒക്കെ ഒരു വസ്തുവിനെതിരെയുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹമാകട്ടെ ഒരു ഇവന്റിനെതിരെയുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഇമോഷൻസ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബിലീഫ്സ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബിഹേവിയേഴ്സിനെയാണ്, ആ സെറ്റ് ഓഫ് തിങ്ങിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതും പ്രധാനമായും 4 നിലവാരത്തിലാണ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതിങ്ങനെയാണ്. ഒന്ന്, നമ്മുടെ എക്സ്പീരിയൻസിൽ, ഇപ്പൊ എനിക്കൊരു മനോഭാവം, എന്റെ മനോഭാവം അല്ലെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പ്രധാനമായും എന്റെ എക്സ്പീരിയൻസ്. ഞാൻ എന്തൊക്കെയാ ഞാൻ അനുഭവിച്ചത്, എന്റെ ചെറുപ്പം മുതലുള്ള എന്റെ എക്സ്പീരിയൻസ് എന്റെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമതെന്ന് പറയുന്നത് എന്റെ ലേണിംഗ്, ഞാൻ പഠിച്ചു വന്ന കാര്യങ്ങൾ, എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഞാൻ വളർന്നു വന്ന എന്റെ പഠന സിസ്റ്റം, ഇതെല്ലാം എന്റെ ആറ്റിറ്റ്യൂഡിനെ ഫോം ചെയ്യുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ടതുണ്ട്, നമ്മുടെ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ. ഈ കോണ്ടെക്സ്റ്റും കൾച്ചറും, ഇപ്പൊ ഞാനൊരു മലയാള
എന്താ പറയാ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ കൾച്ചറിൽ ഒക്കെ വളർത്തപ്പെട്ട ഒരു മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അതെന്നെ സ്വാധീനിച്ചു, എന്റെ ആറ്റിറ്റ്യൂഡിനെ അത് സ്വാധീനിച്ചു. പിന്നീട് അതിനുശേഷം സോഷ്യൽ ഫീച്ചേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതും എന്നെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുകയും ആ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഡെവലപ്പ് ചെയ്ത് നമ്മളൊക്കെ ഇപ്പൊ ഇവിടെയുള്ള ഇതിന്റെ അകത്തുള്ള 28 പേരുണ്ട്. ഈ 28 ഉള്ള 28 പേർക്കും വ്യത്യസ്ത ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെ? നമ്മളെല്ലാം ആറ്റിറ്റ്യൂഡ് നോക്കിയാലേ, ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ? സെറ്റ് ഓഫ് ഇമോഷൻസ്, സെറ്റ് ഓഫ് ബിലീഫ്സ്, സെറ്റ് ഓഫ് ബിഹേവിയർ ടുവേർഡ്സ് എ പർട്ടിക്കുലർ പേഴ്സൺ, ഒബ്ജക്ട് ഓർ ഇവന്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഈ ഒരു വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോടുള്ള നമ്മുടെ സമീപനം, അവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, അവരോടുള്ള നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ വ്യത്യസ്തമാണ്. എന്തിനെ ബേസ് ചെയ്യാന്നറിയാമോ? നമ്മുടെ കൾച്ചറിനെ, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തെ, നമ്മുടെ എക്സ്പീരിയൻസിനെ, നമ്മുടെ പഠനങ്ങളെ ഒക്കെ ബേസ് ചെയ്താണ് ഇത് വ്യത്യാസപ്പെടുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, എന്ത് തന്നെ ആകട്ടെ, ഒരു 100 വ്യത്യസ്ത ആറ്റിറ്റ്യൂഡുകൾ നമുക്കൊക്കെ ഉണ്ടാകട്ടെ, നമ്മളെ സ്വാധീനിക്കട്ടെ, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലൂടെയും നമ്മുടെ പഠനങ്ങളൊക്കെ സ്വാധീനിക്കട്ടെ. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ അത് ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാകും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറിയില്ലെങ്കിൽ, അയ്യോ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യമാണ്, എന്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഒരു മലയാളി മനോഭാവമാണ് എനിക്കുള്ളതെങ്കിൽ ഐ ആം നോട്ട് ഹാവിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനോഭാവം എനിക്ക് ഇല്ല. അതിന് ഞാൻ കുറ്റം പറഞ്ഞ ആരാന്നറിയോ? ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാ, എന്റെ മാതാപിതാക്കൾ അങ്ങനെയാ, എന്റെ ചർച്ച അങ്ങനെയാ, എന്റെ സമൂഹം അങ്ങനെയാ. നോ നോ നോ, ഇതെല്ലാം ആയിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോർമേഷനെ സ്വാധീനിക്കുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് മാത്രമാണ്. പക്ഷേ ഒരു വ്യക്തി ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ഒരു വ്യക്തി കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ, അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ ഒന്നാമതായി മാറ്റം സംഭവിക്കേണ്ടുന്നത് അത് ഇവിടെയാണ്, മനോഭാവത്തിലാണ്. ആ മനോഭാവം പിന്നീട് മലയാളി മനോഭാവമോ, ഹിന്ദിക്കാരുടെ മനോഭാവമോ, അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ മനോഭാവമോ, യൂറോപ്പുകാരുടെ മനോഭാവമല്ല, ക്രിസ്തുവിന്റെ മനോഭാവം. ആ ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. അത് ആ മനോഭാവത്തിന്റെ അല്പമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടല്ലോ ആളുകളെ കാണുന്നത് വ്യത്യസ്തമായി കാണാനായി സാധിക്കും. അപ്പൊ നമുക്ക് പിന്നെ ഈ സാഹചര്യങ്ങളെ കാണുന്നത് വ്യത്യസ്തമായിട്ട് കാണാം. അങ്ങനെ വ്യത്യസ്തമായി കാണാൻ കഴിയുന്നത് കൊണ്ടാ പുള്ളി അതിന്റെ മുമ്പിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത്. ഈവൻ ദോ their motives are false, even though their attitudes are not right, they are preach, I mean, I accept them. എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയോ? അവർ കർത്താവിനെ ഉയർത്തും. അവർ ക്രിസ്തുവിനെ ഉയർത്തുന്നു. അവർ കർത്താവിനെ ഉയർത്തുന്നത് കൊണ്ട് അവരുടെ ഫോൾസ് മോട്ടീവ്സ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഫോർ മീ. എന്റെ മനോഭാവം മാറി. പക്ഷെ നേരത്തെ ആയിരുന്നു ഇത് പറ്റത്തില്ല. പൗലോസിന്റെ ചിന്തിച്ചു ചോദിച്ചപ്പോ പൗലോസിന് പറ്റത്തില്ല. കാര്യം പുള്ളിയുടെ മനോഭാവം വേറെ ഒന്നായിരുന്നു. പുള്ളി പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തവരെയൊക്കെ കൊല്ലാൻ പോലും പുള്ളി പത്രം മേടിച്ചുകൊണ്ട് വന്ന ആളാണ്. പുള്ളി അധികാര പത്രം മേടിച്ചുകൊണ്ട് വന്ന ഒരു പാർട്ടിയാ. അപ്പൊ അതായിരുന്നു പുള്ളിയുടെ മനോഭാവം. ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്നത് അല്ല മറ്റൊരാളെങ്കിൽ അവരെ പോട്ടെ ഒഴിഞ്ഞിരിക്കുക പോലും അല്ല, കൊല്ലുന്ന മനോഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നു? പൗലോസിന്. അപ്പൊ ആ മനോഭാവം മാറിയത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിനെ കണ്ടപ്പോൾ, കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിന്റെ മനോഭാവം തന്നിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറി, തന്റെ മൈൻഡ് സെറ്റ് മുഴുവൻ മാറി. അപ്പൊ ആ മൈൻഡ് സെറ്റിലൂടെ താൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഒന്നാമത് താൻ വെറുതെ അങ്ങ് പറയും എന്റെ ജീവിതത്തിലൂടെ മഹത്വം കിട്ടി എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആ ഒന്നാമത്തെ ചേഞ്ചസ് തനിക്ക് വന്നത് ഇറ്റ്സ് ഹാപ്പൻഡ് ഇൻ ഹിസ് മൈൻഡ് സെറ്റ്, ഇറ്റ്സ് ഹാപ്പൻഡ് ഇൻ ഹിസ് ആറ്റിറ്റ്യൂഡ്. ആ മനോഭാവം ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനിടയായി. ആ മനോഭാവം ഇല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ അവിടെ ക്ലാഷ് ഉണ്ടാകും. നമുക്ക് തന്നെ അറിയാം, ഒത്തിരി പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് ആഴമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി എന്താ പറയാ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കണ്ടാൽ പെട്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ചില സാഹചര്യത്തിലൊക്കെ നാം വരുമ്പോൾ ക്രിസ്തുവിന്റെ മനോഭാവത്തിന്റെ തികഞ്ഞ പക്വതയിൽ നിന്നുകൊണ്ടുള്ള തന്റെ സംസാരങ്ങളും തന്റെ ഇടപാടുകളും തന്റെ സമീപനങ്ങളും തന്റെ ആ കാര്യത്തോടുള്ള തന്റെ നിലപാടുകളും ഒക്കെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മനോഭാവം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഭാവം ദൈവത്തിന്
ഗ്ലോറി കൊടുക്കുന്നതായിരുന്നു നാമേൻ അന്ന് ആ തന്റെ ഇടപാടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ്, തന്റെ മനോഭാവം ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നുള്ളത്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വാക്യം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനിലാകട്ടെ മരണത്തിലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു. രണ്ടാമത്തെ തന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് കൊടുത്ത മഹത്വം തന്റെ പ്രതീക്ഷകളും തന്റെ പ്രത്യാശകളും ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹിസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹിസ് ഹോപ്പ് that brings glory to God. First, his emotion, his attitude brings glory to God. തന്റെ മനോഭാവം ദൈവത്തിന് മഹത്വം കൊടുത്തു. രണ്ടാമതായി തന്റെ പ്രതീക്ഷകളും തന്റെ ജീവിതത്തിന്റെ പ്രത്യാശയും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതുമായിരുന്നു. അതിന് വിരുദ്ധമായ ഒരു പ്രതീക്ഷകളും പ്രത്യാശകളും ഒന്നും ആയിരുന്നില്ല തന്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ രണ്ടും ഉണ്ടാകാം. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? മാനുഷികമായ ഒരു കാര്യം, എക്സ്പെക്ടേഷൻസ് അല്ലെ. ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിവൈൻ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെക്ടേഷനും ഹോപ്പും നമുക്കുണ്ടാകാം. ഇത് രണ്ടും നമുക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് ഹോപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, വി ആർ ഹാവിംഗ് എക്സ്പെക്ടേഷൻ. ആസ് ലോങ് ആസ് വി ആർ ലിവിംഗ് ഇൻ ദിസ് ഹ്യൂമൻ ബോഡി, വി ആർ ഹാവിംഗ് എക്സ്പെക്ടേഷൻസ്. നമുക്ക് എന്തുണ്ട്? പ്രതീക്ഷകളുമുണ്ട്. എന്റെ പ്രതീക്ഷകൾ എന്തുമാകട്ടെ, ആ പ്രതീക്ഷകളും എന്റെ പ്രത്യാശയും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്, ദൈവത്തിന് ഗ്ലോറി കൊടുക്കുന്നതാണ് എന്നാണ് തന്റെ ആ വാക്കുകളിലൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഞാൻ ഇതിന് കാരണമായ 5 മറ്റു കാര്യങ്ങളുണ്ട്. അത് പറയാനായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് ഓടിച്ചങ്ങ് പറയാം. അപ്പം രണ്ടാമതായിട്ട് താൻ മഹത്വം കൊടുത്ത, തന്റെ ജീവിതത്തിലൂടെ മഹത്വം കൊടുത്ത് തന്റെ പ്രതീക്ഷകളും തന്റെ പ്രത്യാശകളും എല്ലാം എന്തായിരുന്നു? ദൈവത്തിന് മഹത്വം കൊടുക്കും. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് കാണാനായി സാധിക്കുന്നത് 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മൂന്നാമത്തെ കാര്യം പറയാണ്, എന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. സോ the purpose of my life, it brings glory to God. എന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്കറിയാം ജീവിതത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു, മനുഷ്യനായിരുന്നു ഈ വ്യക്തി. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിനെ അറിഞ്ഞ, കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നശിപ്പിക്കണം എന്ന വലിയ ഉദ്ദേശത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുന്നു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അങ്ങനെ അധികാരപത്രം വാങ്ങി ആ ഒരു പർപ്പസിൽ തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു, എങ്ങനെയെങ്കിലും ഈ തരത്തിൽ വരുന്ന ആളുകളെ നശിപ്പിക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഉദ്ദേശം മറ്റൊന്നായി മാറി. ജീവിതത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായി മാറി. അത് മറ്റൊന്നുമല്ല, ഞാനിപ്പോ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം കർത്താവാണ്, ക്രിസ്തുവാണ്. എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാ ഉദ്ദേശങ്ങളുണ്ട്. ഓൾ അതർ purposes that I am having, it comes secondary. This is the primary goal that I am having. ഇതെന്റെ മുഖ്യ ഉദ്ദേശമാണ് എന്ന് താൻ പറയുകയും അതിനുവേണ്ടി ജീവിക്കാനായി തുടങ്ങിയപ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ ഒന്ന്, തന്റെ മനോഭാവം ദൈവത്തിന് മഹത്വം കൊടുത്തു, തന്റെ പ്രതീക്ഷകളും തന്റെ പ്രത്യാശകളും ദൈവത്തിന് മഹത്വം കൊടുത്തു, തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ക്രിസ്തു ആകുന്നു, അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. നാലാമതായിട്ട് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമുക്ക് അവിടെ കാണാനായി കഴിയുന്ന മറ്റൊരു കാര്യം ഇതാണ്. 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യം എന്താണ്? അതിങ്ങനെ വായിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം, ഇങ്ങനെ ഉറച്ചുകൊണ്ട് താൻ അത് തിരഞ്ഞെടുക്കുകയാണ്. നാലാമത്തെ തന്റെ തിരഞ്ഞെടുപ്പ്, ജീവിതത്തിൽ താൻ എടുത്ത തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. താൻ പറയുകയാണ്, എനിക്ക് ജീവിച്ചിരിക്കുന്നത് എന്താണ്? അത് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഐ ചൂസ് ടു ലീവ്. എന്തിനാണ്? നിങ്ങൾക്കത് പ്രയോജനമാണ്, നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നത് കൊണ്ട് ഞാൻ അത് തിരഞ്ഞെടുക്കുകയാണ്. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. അപ്പൊ തന്റെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണോ? നമ്മൾ വെറുതെ പറയുക എന്റെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് സിംപിളി
നമുക്കങ്ങ് പറഞ്ഞു വിടാം. പക്ഷെ ഇത് ഓരോന്നൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ എവിടേക്കാണ് നമ്മൾ മഹത്വം കൊടുക്കാത്തത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് പറയണം. കർത്താവേ, എന്റെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു, അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല, അല്ലെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് കാരണമാകുന്നതായിരുന്നില്ല എന്റെ തിരഞ്ഞെടുപ്പുകൾ. എവിടേക്കാണ് തിരഞ്ഞെടുപ്പുകൾ വന്നിട്ടുള്ളത്? ആ തിരഞ്ഞെടുപ്പുകൾ വന്നിട്ടുള്ള വാഗതകളെ ക്ഷമിക്കണമേ എന്നുള്ള ഒരു ഏറ്റുപറച്ചിലും ഈ വൈകിയ സമയം നമുക്ക് ഉണ്ടാകുവാൻ കർത്താവിടയാക്കട്ടെ. അവിടെ പൗലോസ് വളരെ ദൃഢധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ വെറുതെ പറയുകയല്ല, എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്. എന്റെ തിരഞ്ഞെടുപ്പുകൾ വരെ, ജീവിതത്തിൽ ഞാൻ എടുത്ത ഓരോ തിരഞ്ഞെടുപ്പുകൾ വരെ ദൈവത്തിന് മഹത്വം. നമുക്ക് എന്തെല്ലാം തിരഞ്ഞെടുപ്പുകളാണ്? ജോലിയോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിലോടുള്ള ബന്ധത്തിൽ, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പഠനത്തോടുള്ള ബന്ധത്തിൽ എത്രയെത്ര തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷെ അതൊക്കെ ദൈവത്തിന് മഹത്വം വരുന്നതാണോ നാം തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിന് പ്രയോജനകരമായ ഒരു തിരഞ്ഞെടുപ്പാണോ നാം നടത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കല് ഞാൻ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ഗോവയിലാണല്ലോ. അപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സാഹചര്യമായതുകൊണ്ട് ഞാൻ റിലേറ്റഡ് ആയതുകൊണ്ട് അങ്ങ് പറയാം. അപ്പൊ നമ്മുടെ ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന് ജോലിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പല ജോലികൾ വരുന്നുണ്ട്. അപ്പൊ അമ്മയുണ്ട്, അമ്മയുടെ മമ്മിയുണ്ട്, ഗ്രാൻഡ് മദറുണ്ട്, മദറുണ്ട്, ഈ മോനുണ്ട്. അപ്പൊ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളി ഇങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളി ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു 7 സ്റ്റാർ റാഡിസൺ ഹോട്ടലിന്റെ അകത്തൊരു ഒരു പർട്ടിക്കുലർ വിങ്. അപ്പൊ അതിന്റെ അകത്തില് അതിന്റെ ഒരു മാനേജറായിട്ട് പുള്ളിക്ക് ജോലി കിട്ടി. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് തിരഞ്ഞെടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇത് എന്താ ചെയ്യുന്നത്? കാര്യം ഇദ്ദേഹത്തിന് എന്നോട് ഇത് പറയാനും പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഞാനത് അതിന്റെ അകത്തെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇനോഗ്രേഷൻ നടക്കാൻ പോവുക, കത്തോലിക്കിലെ അച്ഛനാണോ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അറിയത്തില്ല. അവൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ എന്നോട് ഒന്ന് ആരാന്നൊന്നും ചോദിക്കൊന്നും ചെയ്യരുത്. ഇനി ഗോവ വന്നാലും ചർച്ചിൽ നിങ്ങള് വന്നാലും ഒന്നും ചോദിക്കരുത്. കുഴപ്പമില്ല, അത് അദ്ദേഹത്തിനും അറിയാം. ഞാൻ അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമക്കളെ, അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെയ്തു. അതിന്റെ പപ്പ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുകൂടെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അത് ഒരു 7 സ്റ്റാർ ഹോട്ടലിന്റെ താഴെ ഭയങ്കര സെറ്റപ്പ്. അതിന്റെ അകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അതൊരു ക്യാബറ ഡാൻസ് ഒക്കെ നടക്കുന്ന ഒരു ബാർ സംഭവം ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ അച്ഛൻ വന്നു, അതിന് മുമ്പ് പാപ്പ പ്രാർത്ഥിക്കണം. ഇതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. പുള്ളിയുടെ ഒരു ആഗ്രഹത്തിന് വിളിച്ചോണ്ട് പോയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ഗോവയല്ലേ, പുള്ളി നമ്മുടെ സഭയിലെ ഒരു വിശ്വാസിയാണ്. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. പപ്പ പറഞ്ഞില്ല, മോൻ പ്രാർത്ഥിച്ചോ. കാര്യം പപ്പയ്ക്ക് അതിന്റെ പപ്പായുടെ ഒരു താല്പര്യം കാണിച്ചില്ല. പുള്ളി വളരെ വയസ്സായിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. ഞാൻ അന്നേരം നിർബന്ധിച്ച്, എനിക്കത് എന്തോ പ്രാർത്ഥിക്കേണ്ടത്, ഇത് എന്താ പറയേണ്ടത്? ഞാനത് പപ്പയോട് പറഞ്ഞു, പപ്പ എന്താണ് പപ്പ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം അച്ഛൻ വരുന്നില്ല. അപ്പൊ അച്ഛനൊക്കെ വന്ന് വെളിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ബിലീവർ, നമ്മുടെ ചർച്ചിലെ ഒരു വിശ്വാസിയും ഒക്കെ ആയതുകൊണ്ട് പുള്ളി വിശ്വാസത്തിലേക്ക് വന്നിട്ട് അധികം സമയമായില്ല, ഒരു 2-3 വർഷം ആയതുള്ളൂ. മാതാപിതാക്കൾ, അമ്മയുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നോ ടൈം ഈസ് ഓവർ, പ്രാർത്ഥിക്കാനൊക്കെ. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു. പപ്പ പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. പപ്പ പ്രാർത്ഥിക്കാൻ പുള്ളിയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഈ മോന്റെ തെരഞ്ഞെടുപ്പ് ശരിയല്ല, ഇവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെറ്റായ ഒരു തെരഞ്ഞെടുപ്പാണ്. കർത്താവേ, ഇവന്റെ ഈ ജോലി പെട്ടെന്ന് അവന് വേറെ ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ നന്താളിച്ചു ഞെട്ടിപ്പോയി. അപ്പൊ ഞാനാണ് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല, എനിക്കറിയത്തില്ല എന്തോ പ്രാർത്ഥിക്കേണ്ടത്. ആ സമയത്ത് ഇന്നാണ് ഞാൻ പ്രാർത്ഥിക്കും. അതിപ്പോ ഒരു 10 വർഷത്തിന് മുമ്പത്തെ കാര്യമാണ്. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് പുള്ളിക്കും വിഷമമായി, ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി. 1 മാസത്തിനുള്ളിൽ പുള്ളിയുടെ ജോലി പോയി. എനിക്കും ഭയങ്കര വിഷമമായി. ഇപ്പൊ പപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ, എന്തോ ചെയ്തു. ഞാൻ വളരെ സന്തോഷത്തോട് പറയട്ടെ, 1 മാസത്തിന് ശേഷം വളരെ ശ്രേഷ്ഠമായി ഇന്ന് ഈ ഗോവയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റിസോർട്ടിന്റെ മാനേജറായിട്ട് പുള്ളി വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു സാരം, പലപ്പോഴും നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് മഹത്വമാണോ? പൈസ കിട്ടും പുള്ളിക്ക്, അതിൻ്റെ അകത്ത് നല്ല പൈസ കിട്ടും. പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യാനാ? വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളി അവിടെ പോയി. പക്ഷെ അവിടെയും നാം ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുകയാണെങ്കിൽ, അവിടെയും ദൈവത്തിന്റെ ഒരു മഹത്വം കൊടുക്കുന്നതാണോ എന്ന് നാം തിരയുകയാണെങ്കിൽ, തീർച്ചയായും ദൈവത്തിന് നമുക്ക് അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായിട്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് വായിക്കുന്ന നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജോലി ആകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ, എടുത്ത എത്ര തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നോ? അല്ലയോ? അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതിനും അങ്ങനെയല്ല എങ്കിൽ മുമ്പോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതുമായി തീരാൻ കർത്താവ് ഇടയാക്കട്ടെ. പലപ്പോഴും
നമ്മൾ പറയാറുണ്ട് എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്, പക്ഷേ തിരഞ്ഞെടുപ്പുകളും വളരെ പ്രാധാന്യമാണ്, വളരെ പ്രാധാന്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ അത് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. 25-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും. അപ്പം താൻ അടുത്തതായി പറയാണ്, മൈ മിനിസ്ട്രി ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. എന്റെ മിനിസ്ട്രി എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നു. എന്റെ മിനിസ്ട്രി, അതായത് ഞാൻ എടുത്ത തിരഞ്ഞെടുപ്പ് ശരിയാണ്, അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ എനിക്ക് മഹത്വം തരുന്നതാണോ? എന്റെ പേര് വലുതാകുന്നതാണോ? ഞാൻ 10 പേരുടെ മുമ്പിൽ അറിയപ്പെടുന്നതാണോ? എനിക്ക് വേറെ ഒരു മിനിസ്ട്രിക്കും കൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണോ? ഐ ഡോണ്ട് കെയർ. അതൊന്നും എന്റെ വിഷയമായിരുന്നില്ല. എന്റെ വിഷയം ഇത്രയും ആയിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? എന്റെ ജീവിതം, എന്റെ മിനിസ്ട്രി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണോ? അത് എങ്ങനെയാണ് മഹത്വം കൊടുത്തത്? മറ്റൊരു വ്യക്തിയുടെ, താൻ ആർക്ക് വേണ്ടിയിട്ടാണോ മിനിസ്ട്രി ചെയ്തത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ആ കാര്യങ്ങൾ ചെയ്തത്, അവരുടെ ജീവിതത്തിൽ എന്തായാലും വിശ്വാസത്തിന്റെ അഭിവൃദ്ധി ഉണ്ടായി. തന്നെയല്ല, അവർ സന്തോഷത്തിനും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നതിനും കാരണമായി. അപ്പം ആ തരത്തിൽ ഒരു മിനിസ്ട്രി താൻ ചെയ്തത് കൊണ്ട് ഫിലിപ്പിയ അവിടെ പറയണം, ആ മിനിസ്ട്രി അനുഭവിച്ചവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുവാനായി. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന മിനിസ്ട്രി അതെവിടെയാകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകട്ടെ, ചർച്ചുകളിലാകട്ടെ, നമ്മുടെ സൺഡേ സ്കൂൾ മേഖലകളിലാകട്ടെ, യൂത്ത് മിനിസ്ട്രിയിലാകട്ടെ, wherever that God appointed, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കർത്താവ്, എന്റെ മിനിസ്ട്രി ദൈവത്തിന് മഹത്വമാണോ? ആളുകളുടെ വിശ്വാസത്തിന്റെ വർധനവിന് അത് കാരണമാകുന്നുണ്ടോ? അതോ അവര് എന്താ പറയാ ഒഫൻഡഡ് ആകുകയാണോ? അതോ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ? എന്റെ മിനിസ്ട്രി കൊണ്ട് അവർ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നതിന് എന്റെ മിനിസ്ട്രി കാരണമാകുന്നുണ്ടോ? ക്രിസ്തുവിൽ ഉറയ്ക്കുന്നതിന് എന്റെ മിനിസ്ട്രി കാരണമാകുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അത് ദൈവത്തിന് മഹത്വം. താൻ ആ കാര്യത്തിൽ വളരെ കോൺഫിഡന്റ് ഉള്ള വ്യക്തിയായിരുന്നു. He was very confident in the ministry that he was doing. അല്ലെ, തന്റെ ജീവിതത്തിന്റെ മിനിസ്ട്രിയെ കുറിച്ച് നല്ല ബോധ്യമുള്ളവനായിരുന്നു. എന്താ പറയാ, എന്നെ ഏൽപ്പിച്ചൊരു മിനിസ്ട്രി ഉണ്ട്, ആ മിനിസ്ട്രിയിലൂടെ ആളുകൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു. അവർ കുറഞ്ഞു പോയില്ല, വിശ്വാസത്തിലൊന്നും കുറഞ്ഞു പോയില്ല, അവരുടെ വിശ്വാസം വർദ്ധിച്ചു. എന്റെ മനോഭാവമാകട്ടെ, എന്റെ പ്രതീക്ഷകളും എന്റെ പ്രത്യാശയുമാകട്ടെ, എന്റെ തിരഞ്ഞെടുപ്പുകളാകട്ടെ, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശമാകട്ടെ, ഇതെല്ലാം ഞാൻ മിനിസ്ട്രി ചെയ്ത ആളുകളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വർധനവിനും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നതിനും കാരണമായി. അത് മഹത്വം കൊടുത്തത് എന്റെ ദൈവത്തിനാണ്. ക്രിസ്തുവിന് അത് മഹത്വം ഉണ്ടാകുവാനായി. ഇന്ന് നമ്മളെയൊക്കെ പല മേഖലകളിൽ ദൈവമാക്കി. നമ്മൾ ഒരുപക്ഷെ ഒരു നേഴ്സ് ആകാം, ഒരു എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, പാസ്റ്റർ ആകാം, ഇവാഞ്ചലിസ്റ്റ് ആകാം, whatever our profession, എന്ത് തന്നെ ആകട്ടെ. പക്ഷേ നമ്മളെ ആക്കിയിരിക്കുന്നത് കർത്താവാണ്. ആ മേഖലയിൽ ആക്കിയിരിക്കുന്നത്. ആ മിനിസ്ട്രിയിലൂടെ ആളുകളുടെ ക്രിസ്തുവിലുള്ള ആ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? നമ്മൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ ഇടപെടുന്ന ഒരാള്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന, നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കൊന്ന്, നിങ്ങൾ വളരെ ഇടപെടുന്ന ഒരു 10 പേരുടെ പേരെടുത്തിട്ട്, ലിസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, അവരുടെ ജീവിതത്തിൽ ആത്മീക വളർച്ച എന്ന ആ ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? അവർക്ക് ക്രിസ്തുവിലുള്ള സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അതോ ഇപ്പോഴും ഒരു ഞരങ്ങി, എന്താ പറയാ, അങ്ങനെയാണോ പോകുന്നേ? അവർക്ക് ആ ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? കഷ്ടതയുടെ നടുവിലും തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ആഴത്തിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ മിനിസ്ട്രി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കേട്ടോ. അത് ദൈവത്തിന് ഇഷ്ടമുള്ള മിനിസ്ട്രിയാണ്. കുഴപ്പമില്ല, അതിൻ്റെ അത് എത്ര പേര് വന്നു, എത്ര പേര് പോയി, ഇതൊന്നും ഉള്ള വിഷയം. ആ ഉള്ള ആളുകളെ, ഏൽപ്പിച്ച ആളുകൾക്ക്, നമ്മൾ ഇടപെടുന്ന ആളുകൾക്ക് ആ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് പറയുകയാണ്, മൈ മിനിസ്ട്രി ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്. എന്റെ ജീവിതത്തിന്റെ മിനിസ്ട്രി തന്ന ശുശ്രൂഷ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നത് ഇതാണ്. അതിന്റെ 29-ാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം. എന്റെ ഈ ശുശ്രൂഷ മാത്രമേ ഉള്ളല്ലോ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്താണ്? ഇറ്റ് ഓൾസോ ബ്രിങ് ഗ്ലോറി ടു ഗോഡ്.
എന്റെ പോരാട്ടം, ക്രിസ്തുവിലുള്ള എന്റെ പോരാട്ടം. ആ പോരാട്ടത്തെ കുറിച്ച് താൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വായിച്ചേ നമുക്ക്. ആ പോരാട്ടത്തെ കുറിച്ച് താൻ പറയുന്ന മറ്റൊരു കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അതാണ് തന്റെ പോരാട്ടം. ആ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന ഒരു പോരാട്ടമാണ്. വെറുതെ ഉള്ള ഒരു പോരാട്ടമല്ല, ചുമ്മാ കിടന്ന് പോരാടുകയല്ല. അവിടെ ആ പോരാട്ടത്തിൽ ഒരു മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പോരാട്ടം. ആ പോരാട്ടത്തെ കുറിച്ച് താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-9. ആരെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റും? അവനെ ഞങ്ങൾ അറിയുന്നതിൽ ഏത് മനുഷ്യയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അവിടെ ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. വെറുതെയുള്ള പോരാട്ടമല്ല. എന്താണെന്നറിയോ? ഈ ഒരു പോരാട്ടത്തിന്റെ ക്രിസ്തുവിന് മഹത്വം കൊടുക്കാൻ കാര്യം എന്താണെന്നറിയാം? ഈ പോരാട്ടത്തിന്റെ പ്രത്യേകത, ഞാനല്ല പോരാടുന്നത്, എന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയിൽ ആശ്രയിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. ആ വാക്യം ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാമോ? ഒന്നുകൂടെ വായിക്കാമോ? ലാസ്റ്റ് വാക്യം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഈ എന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടുന്നതിന് ഞാൻ ഒരു പോരാട്ടം പോരാടുന്നുണ്ട്. ആ പോരാട്ടം എങ്ങനെയാണ്? വായിച്ചു. അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. മുമ്പോട്ടോട് ചേർത്തൊന്ന് വായിക്കാമോ? ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. ഈ വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പോരാടുന്ന പോരാട്ടം ക്രിസ്തുവിന് മഹത്വമാണ്. ആ പോരാടുന്ന പോരാട്ടം തോൽവിയല്ല, പോരാടുന്ന പോരാട്ടം മറ്റൊരാക്കിടർച്ചയല്ല, പോരാടുന്ന പോരാട്ടം ബലഹീനതയല്ല, ആ പോരാടുന്ന പോരാട്ടം പരാജയമല്ല. ആ പോരാടുന്ന പോരാട്ടം ദൈവത്തിന് മഹത്വമായി തീരേണ്ടുന്നതിന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ആ വലിയ ശക്തിക്കൊത്തവണ്ണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പോരാടുന്നു. എന്റെ ശുശ്രൂഷ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആ മഹത്വം എങ്ങനെയാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഞാൻ വെറുതെ കിടന്ന് പോരാടുന്നതുകൊണ്ടല്ല, എന്റെ പോരാട്ടം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അത് എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അനുസൃതമായ ഒരു പോരാട്ടമാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് ആ പോരാട്ടം പോലും ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ വെറുതെ പറയുകയല്ല, എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്. ഇങ്ങനെ 5-6 കാര്യങ്ങൾ താൻ നിരത്തി വെച്ചിട്ട് പറയുകയാണ്, എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്, എന്റെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ഉദ്ധരിക്കാം. ഒന്നാമത് പറയുകയാണ്, എന്റെ മനോഭാവം ദൈവത്തിന് എന്ത് കൊടുക്കുന്നു, മഹത്വം കൊടുക്കുന്നു. എന്റെ മനോഭാവം. രണ്ടാമത് ഞാൻ പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. വെറുതെ കുറെ പ്രതീക്ഷകളുമായി ജീവിക്കുന്ന വ്യക്തിയല്ല. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത നമ്മൾ ആരുമില്ല. മാനുഷികമായി പ്രതീക്ഷകളുണ്ട്, ആത്മീകമായി പ്രത്യാശയുണ്ട്. ഇത് രണ്ടും നമുക്കുണ്ട്. പക്ഷെ ഈ പ്രതീക്ഷകളിൽ പോലും, ഒരു ജോലിയെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ മാനുഷികമുണ്ട്, ഇതിൽ പോലും ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇതിൽ പോലും ആ പ്രതീക്ഷകളിലും പ്രത്യാശകളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന തരത്തിൽ ചിന്തകളും ജീവിതവും ഒരുപോലെ കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് പറയാണ്, മൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് മൈ ഹോപ്പ് all it brings glory to God. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. മൂന്നാമത് പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അതെന്താണ്, ക്രിസ്തു എന്റെ ജീവിതം, അത് ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം. നാലാമത് പറയുകയാണ് എന്റെ ശുശ്രൂഷ ദൈവത്തിന് എന്ത് ചെയ്യാണ്, മഹത്വം കൊടുക്കും. എന്റെ ശുശ്രൂഷ ദൈവത്തിന് കൂടെ. വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയാം. അത് നമുക്ക് കാണാൻ കഴിയുന്നത് 20-ാമത്തെ വാക്യത്തിൽ തന്നെ. 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് എന്റെ ശരീരത്തിൽ ജീവനാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും. അപ്പൊ തന്റെ ശരീരവും ക്രിസ്തുവിന് എന്താണ്, മഹത്വം. തന്റെ ചിന്തകൾ മാത്രമല്ല, തന്റെ പ്രതീക്ഷയും പ്രത്യാശയും മാത്രമല്ല, തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം മാത്രമല്ല, തന്റെ തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, തന്റെ ശരീരം ദൈവത്തിന് മഹത്വമായി മാറുകയാണ്. തന്റെ ശരീരം ദൈവത്തിന് പൂർണ്ണ കോൺഫിഡൻസോട് താൻ പറയുകയാണ്, എന്റെ ശരീരം ദൈവത്തിന് മഹത്വമാണ്, എന്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബാക്കി കാര്യങ്ങൾ ദൈവം അറിയുന്നില്ലേ? ദൈവത്തിന് അറിയാത്ത വല്ലതും ഉണ്ടോ? ശരീരം ദൈവത്തിന് മഹത്വമാകണം. അല്ലാതെ മഹത്വം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ
ബാക്കി കാര്യങ്ങൾക്കൊക്കെ മറ്റു പലരെയും അന്വേഷിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ശരീരം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാൻ നമുക്ക് കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത് കർത്താവായി മാറും. അങ്ങനെ പൂർണ്ണമായി നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമാകും. തന്റെ ശുശ്രൂഷ ദൈവത്തിന് മഹത്വമാകുന്നു, തന്റെ ശരീരം ദൈവത്തിന് മഹത്വമാകുന്നു. അവസാനമായി താൻ പറയുകയാണ്, എന്റെ പോരാട്ടവും ദൈവത്തിന് മഹത്വമായി. എന്റെ പോരാട്ടവും ദൈവത്തിന് മഹത്വമാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വൈകിയ സമയത്ത് നാം കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ കണ്ടു. നാം പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് മഹത്വമാണ് എന്റെ ജീവിതം എന്നൊറ്റ വാക്കിൽ പറയുമ്പോൾ ഈ പറഞ്ഞ 6-7 കാര്യങ്ങൾ നമുക്ക് പറയാൻ പൂർണ്ണ ധൈര്യത്തോടെ കഴിയുമോ? കർത്താവേ, ഇതിലൊക്കെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒന്നും ഒരു അപാകത വന്നിട്ടില്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമായി തീരാൻ, ദൈവത്തിന് പ്രയോജനകരമായി തീരാൻ, ദൈവത്തിന്റെ നാമത്തിന്റെ ഉയർച്ചയ്ക്കായി തീരാൻ എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ എവിടെയെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന രാത്രിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ, ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ ആത്മീക മേഖലകളിലും ആത്മീക തലങ്ങളിലും ഉണ്ടാകേണ്ടുന്ന 5 ബോധ്യങ്ങളും മാറ്റങ്ങളെയും ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 5 കാര്യങ്ങൾ ഇവന് വെച്ചാൽ അടുത്തൊരു പ്രാവശ്യം ആമീൻ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയോ ആമീൻ സംസാരിക്കുകയോ ചെയ്യും. ഈ പറഞ്ഞ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതിനെ നമ്മളെ പര്യാപ്തമാക്കുന്ന, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മളെ ശക്തീകരിക്കുന്ന 5 മാറ്റങ്ങൾ നമുക്കുണ്ടാകും. 5 മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ നമ്മുടെ ബൗദ്ധികമായ മണ്ഡലത്തിൽ നമുക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഞാനത് മനസ്സിലാക്കണം, ഞാനത് അനുഭവിക്കുന്നു, അത് ആത്മമേഖലയിലും എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന 5 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. ആ കാര്യങ്ങളുടെ വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം. ഒന്നാമത്തെ കാര്യം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കും. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ, എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഒന്നുകൂടെ വായിച്ചു. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും, ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും, ഓൾ സെയിന്റ്സ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ, ഇപ്പൊ ഞാൻ പറയുകയാണ്, എന്റെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വമാണ്, എന്റെ മനോഭാവം കർത്താവിന് മഹത്വമാണ്, എന്റെ തിരഞ്ഞെടുപ്പ് കർത്താവിന് മഹത്വമാണ്, എന്റെ പ്രതീക്ഷയും പ്രത്യാശയും കർത്താവിന് മഹത്വമാണ്, എന്റെ ശുശ്രൂഷ കർത്താവിന് മഹത്വമാണ്, എന്റെ പോരാട്ടം കർത്താവിന് മഹത്വമാണ്, എന്റെ ശരീരം കർത്താവിന് മഹത്വമാണ് എന്ന് പറയണമെങ്കിൽ, ആ തരത്തിൽ ഒരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ നാം അനുഭവിക്കുകയും ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്തെന്നറിയാമോ? ഐ ആം എ സെയിന്റ് ഇൻ ക്രൈസ്റ്റ്. ഐ എം നോട്ട് എ സിന്നർ, റാദർ ഐ ആം എ സെയിന്റ് ഇൻ ക്രൈസ്റ്റ്. ഞാനൊരു പാപിയല്ല, മറിച്ച് ഞാൻ ക്രിസ്തുവിൽ ആരാണ്? ഒരു വിശുദ്ധനാണ് എന്ന ബോധ്യം അത് നമുക്കുണ്ടാകണം. പ്രായോഗിക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ? പ്രായോഗിക പാപങ്ങൾ ചെയ്തത് കൊണ്ടാണോ എന്നെ നിങ്ങളെയൊക്കെ പാപി എന്ന് വിളിച്ച്? അല്ല. അല്ലെ? പ്രാക്ടിക്കൽ സിന്ന് ഞാൻ ചെയ്തപ്പോഴാണോ എന്നെ പാപി എന്ന് വിളിച്ച്? അല്ല. അല്ല. ഓൾ വി ബോൺ, നമ്മൾ പാപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തത് കൊണ്ടല്ല. അവിടെയാണ് കർത്താവ് എന്നോട് എന്ത് പറഞ്ഞത്? സോ അവിടെയാണ് ഒരു മാറ്റം വരുത്തിയത്. അപ്പൊ ആ ഒരു ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ സിന്നർ, rather I am a saint in Christ. അപ്പൊ ആ സെയിന്റിന്റെ ഉത്തരവാദിത്വമാണ് പ്രാക്ടിക്കൽ സിന്നിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് മാറിയിരിക്കുക എന്നുള്ളത്. അല്ലാതെ അതും ഞാനൊരു വിശുദ്ധനാ അതുകൊണ്ട് ഏത് വഴിക്കും എനിക്ക് പോകാം, അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധാരണയല്ല. ഞാനൊരു വിശുദ്ധനാകയാൽ പാപിയായിരുന്ന എന്നെ കർത്താവ് വിശുദ്ധനാക്കിയിരിക്കുന്നത് കൊണ്ട് എന്റെ അതിപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് പ്രായോഗിക ജീവിതത്തിൽ വരുന്ന പാപങ്ങളിൽ നിന്നും അകന്നിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു മനോഭാവം വരുമ്പോൾ മാത്രമേ ഈ നേരത്തെ പറഞ്ഞ 7 കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാകുകയുള്ളൂ. ഒന്ന്, ഐ എം നോട്ട് എ സിന്നർ, റാദർ ഐ എം എ സെയിന്റ് ഇൻ ക്രൈസ്റ്റ് എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റൊരു ഭാഗത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചിന്തിച്ചതുമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതൊന്ന് വായിച്ചു പെട്ടെന്ന്.
John chapter 1 verse 12. Yeah. രണ്ടാമത്തെ ഒരു മാറ്റവും ബോധ്യവും. John chapter 1 verse 12. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പം ഒന്നാമത്തേത് നമ്മള് രണ്ടാമത് അതിനോടൊപ്പം നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് ഐ എം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് എപ്പോഴും ജീവിക്കാനായി കഴിയണം. ആ കഴിയുമ്പോൾ മാത്രമേ മനോഭാവത്തിലുള്ള ഒരു മാറ്റവും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലുള്ള മാറ്റവും ഒക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കത്തുള്ളൂ. എപ്പോഴും ആ ഒരു ബോധ്യം. മൂന്നാമത്തെ ഒരു ബോധ്യം ഇതാണ്. റോമാലേഖനം 8:17. റോമർ 8:17 നമുക്ക് കാണുന്നു. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും. റോമർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കൾ മാത്രമല്ല, അങ്ങനെയുണ്ട്. നമുക്ക് ഈ ഒരു ബോധ്യം കൂടെ ഉണ്ടാണ്. ഞാൻ മകൻ മാത്രമല്ല, മകനാണെങ്കിൽ ഞാൻ ആരുടെയാണ്? അവകാശിയും കൂടാണ്. ഞാൻ മകനാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഒരു അവകാശിയും കൂടാണ്. ദൈവിക നന്മകൾ അനുഭവിക്കുന്നതിന് ഞാൻ പര്യാപ്തനായ ഒരു വ്യക്തിയാണ്, ഞാൻ അവകാശിയും കൂടെയാണ് എന്ന ഒരു ബോധ്യം കൂടെ എനിക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ ജീവിക്കാനായി. ഞാൻ പിന്നെ എന്താ പറയാ, അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയല്ല. ദൈവിക അനുഗ്രഹങ്ങളുടെ കൂട്ടവകാശിയാണ്. ആ ക്രിസ്തുവിനോടൊപ്പം ഞാൻ കൂട്ടവകാശിയാണ് എന്ന ഒരു ബോധ്യം എന്നെ എന്ത് ചെയ്യാണ്? ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന മനോഭാവത്തിലേക്കും തിരഞ്ഞെടുപ്പുകളിലേക്കും ശുശ്രൂഷകളിലേക്കും പോരാട്ടത്തിലേക്കും ഒക്കെ എന്നെ ശക്തമായി നയിക്കുകയാണ്. ഞാൻ കൂട്ടവകാശിയാണ് എന്ന ഒരു ബോധ്യം. അടുത്തതായിട്ട് നാലാമത്തെ മറ്റൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത് 1 കൊരിന്ത്യർ ലേഖനം 12:27 മറ്റൊരാൾക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം മറ്റൊരാൾക്ക് വായിക്കാം. 1 Corinthians chapter 12 verse 27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളും ആകുന്നു. നമ്മൾ കൂട്ടവകാശികളാണ്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള എല്ലാവരും, അതേത് സഭയായിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, ഇവരെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്ന ഒരു ബോധ്യം. എങ്കിൽ മാത്രമേ എനിക്ക് എവിടെ പോയാലും ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വളരെ പ്രവാചക ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ചിലപ്പം അവിടെ കൂടുതൽ ആൾക്കാർ ആരാ വരുന്നത്? ഇപ്പം ഞാൻ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഇന്ന സംഘടനയുടെ ആൾക്കാരാണോ? അപ്പൊ അതിന് പ്രയോജനമില്ലല്ലോ. നമ്മുടെ സംഘടനയുടെ ആൾക്കാർ വന്നാലല്ലോ ഉള്ളൂ നമ്മുടെ ആ ശുശ്രൂഷ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. പറയാ. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? സംഘടനാ സ്പിരിറ്റ് ഒക്കെ അവിടെ കയറുക, അല്ലെ? സംഘടനാ സ്പിരിറ്റ് കയറി പുള്ളിയിൽ ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. ഞാനത് തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ആ ശുശ്രൂഷ പോലും പ്രയോജനപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സംഘടനയിൽ നിൽക്കുന്ന, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണം ഇതെന്ത് ചെയ്യാൻ, പ്രയോജനപ്പെടാൻ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം പോയില്ലേ അവിടെ? ക്രിസ്തുവിന് മഹത്വം ഉണ്ടായോ? ഇല്ല. ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചതാ, ഓക്കെ, നല്ല കാര്യമോ. പക്ഷെ മനോഭാവത്തിൽ എന്ത് ചെയ്തു? അവിടെ നഷ്ടപ്പെട്ടു പോയി. മനോഭാവം കർത്താവിന് മഹത്വം കൊടുക്കുന്നതായിരുന്നില്ല. ആ മനോഭാവം ഇങ്ങനെയായിരിക്കണം. ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് എന്താ പറയാ ഡിനോമിനേഷൻ ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. ആർക്കെങ്കിലും എന്റെ ജീവിതം കൊണ്ട്, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കൊണ്ട് മഹത്വം ദൈവത്തിനുണ്ടാകുകയും ആ വ്യക്തി ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് അടുത്തു വരികയും ആ വ്യക്തി ദൈവിക സന്തോഷത്തിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ എന്റെ ശുശ്രൂഷകൾ കാരണമായെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ബോധ്യം വേണം. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. സോ നമ്മൾ ആ ഒരു ബോധ്യം ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? മറ്റേത് ചിന്തിച്ചു പോകും. നമ്മുടെ സംഘടനയിൽപ്പെട്ടവർക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു മീറ്റിംഗ് വെക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനം വരട്ടെ, ഇവർക്ക് പ്രയോജനം വരട്ടെ എന്നൊക്കെ അറിയാതെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമാകുവാൻ സാധ്യമല്ലാതെയായി തീരും. ആമേൻ. അത് നമുക്ക് ഉണ്ടാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3:20 കൂടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 5 ബോധ്യങ്ങളും 5 അറിവുകളും നമ്മളെ എന്തായി തീർക്കുന്നു എന്നറിയാമോ? നേരത്തെ പറഞ്ഞ 7 കാര്യങ്ങൾ ചെയ്യാൻ ശക്തരാകും. 5ാമത്തെ കാര്യം ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമുക്ക് പൗരത്വം ഇവിടെയുണ്ട്. ഇവിടെ പൗരത്വം ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ 1-2 സുഹൃത്തുക്കള് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് വളരെ കഷ്ടപ്പെടാം, പ്രാർത്ഥിക്കണേച്ചാ
പ്രാർത്ഥിക്കണേ, എനിക്ക് ഇവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോ വന്നിട്ട് 3 കൊല്ലമായി, ഇനിയിപ്പോ 4ാമത്തെ കൊല്ലത്തിലേക്ക് പോകാണ്. എനിക്കറിയത്തില്ല എത്ര വർഷമാ. അപ്പൊ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കാര്യം, ഞാനും പ്രാർത്ഥിച്ചു. നല്ല കാര്യം കിട്ടട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ ഒരു പ്രയോജനപ്പെടുമല്ലോ. നല്ല കാര്യം സംഭവിക്കട്ടെ. പക്ഷെ ഇപ്പോഴും ഇതിന്റെ അകത്തിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോധ്യം ഇതാണ്: ഞാൻ ഈ ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാജ്യങ്ങളുടെ ഒക്കെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഇവിടെ ആയിരിക്കുമ്പോഴും എന്റെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ബാക്കിയൊക്കെ ഏതെങ്കിലും സിറ്റിസൺ ആണെന്നുള്ളതൊക്കെ മറന്നുപോയാലും ഇത് മറന്നു പോകരുത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമാകും. നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമാകുവാൻ ഈ 5 ബോധ്യങ്ങൾ: 1, I am not a sinner, rather I am a saint in Christ. 2, I am the child of God. 3, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഞാൻ കൂട്ടവകാശിയാണ് എന്ന ആ ഒരു ബോധ്യം. 4, ഞാനും ഈ തരത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ഈ 3 കാര്യങ്ങളുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ അകത്തിൽ ഒരു ഡിനോമിനേഷനും ഇല്ല, ഒരു വേർതിരിവുമില്ല, ഒരു ഭാഷാ വ്യത്യാസവുമില്ല, ഒരു സംഘടനാ വ്യത്യാസവുമില്ല. ഇങ്ങനെയുണ്ടല്ലേ ആറ്റിറ്റ്യൂഡ് മാറത്തുള്ളൂ. മുമ്പേ നമ്മൾ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ, സെറ്റ് ഓഫ് ഇമോഷൻസ്, സെറ്റ് ഓഫ് തോട്ട്സ് against towards particular people. അതെങ്ങനെ മാറുന്നത്? എങ്ങനെ ഇത് മാറണം? ഈ സംഭവം മാറണം. ഏതാണ്? ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്ന ഒരു ബോധ്യം. ആ ഒരു വെറുതെ ഒരു ബോധ്യം അല്ല. ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ ആ ഒരു എന്താ പറയാ, ആ ചിന്തകളിൽ വരേണ്ടുന്ന മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയും ചിന്തകളിൽ മാറ്റം. എന്ത് മാറ്റുന്നേ? ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അനുദിനം നമ്മൾ ചിന്തിക്കേണ്ടുന്നതും ഓരോ പ്രാവശ്യം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഭൂമിയിലായി ജീവിക്കുന്നെങ്കിലും ഞാൻ സ്വർഗീയ പൗരനാണ്. ഈ 5 ബോധ്യങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, മുമ്പേ പറഞ്ഞ പൗലോസ് പറഞ്ഞ ഫിലിപ്പിയ ലേഖനം 1:14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾക്കകത്തിൽ പറഞ്ഞ 7 പ്രധാനപ്പെട്ട മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത്, തന്റെ ജീവിതത്തിലൂടെ കൊടുക്കുന്നത് നമുക്കും ഉണ്ടാകുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന. കർത്താവേ, എന്റെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന്റെ മഹത്വമാണോ? എന്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വമാണോ? എന്റെ മനോഭാവം ദൈവത്തിന് മഹത്വമാണോ? എന്റെ ശുശ്രൂഷ ദൈവത്തിന് മഹത്വമാണോ? എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവത്തിന് മഹത്വമാണോ? എന്റെ ശരീരം ദൈവത്തിന് മഹത്വമാണോ? എന്റെ എന്താ പറയാ സ്ട്രഗിൾ, ഞാൻ അതിനുവേണ്ടി പോരാടുന്ന ആ പോരാട്ടം ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ എത്തുന്നു. വെറുതെ നമ്മളൊരു എന്റെ ജീവിതം ദൈവത്തിന് മഹത്വമാണ് എന്നൊറ്റ വാക്കിൽ പറയാം. ഓരോന്നായിട്ടൊന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്യാൻ, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ടിക്ക് ചെയ്യാനായിട്ട് ഇന്ന് രാത്രിയിൽ കഴിയും. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ നമുക്കുണ്ടാകും. എന്റെ ജീവിതം ഭാവി അങ്ങേക്ക് മഹത്വമായി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയൊക്കെയോ പിഴകൾ, എവിടെയൊക്കെയോ ഉണ്ട് കർത്താവേ. ഇന്ന് ഞാൻ അതിനെ ഒന്ന് ശോധന ചെയ്യുന്നു കർത്താവേ. അതിനായിട്ട് ഈ പറഞ്ഞ 5 ബോധ്യങ്ങളിൽ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. ദൈവമായ കർത്താവ് നമ്മളെ സഹായം. ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവം, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്ന വിലയേറിയ ഭാഗ്യത്തിനും വലിയ അവസരത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിലൂടെ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും ഞങ്ങളുടെ വചനത്തിലൂടെ കാര്യങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ഒക്കെ തരുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് മഹത്വമാണ്. എവിടെയെങ്കിലും ഒക്കെ അപാകതകൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണമേ. ഞങ്ങൾ ഇന്ന് ചിന്തിച്ച ആ ബോധ്യങ്ങളിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കർത്താവിടെ ഒന്നിച്ചടിയങ്ങളെ അനുഗ്രഹിക്കണം. വരവിനായി ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.